നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും നിങ്ങളുടെ കരിയർ സക്സസ്സിനെയും ഒക്കെ കണക്റ്റ് ചെയ്തെടുക്കുന്ന റീഡിങ്സാണ്. അതായത് നിങ്ങളുടെ പുരോഗതിക്ക്, ജീവിത പുരോഗതിക്കും ഫ്യൂച്ചർ ലൈഫിനുമായിട്ടുള്ള റീഡിങ്സാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടേതാകുന്ന ചില ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും ഓർത്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ തന്നെ വരും. പിന്നെ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻസ് ഡിവൈൻ ഈ ഒരു പുലരിയിൽ നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഏഞ്ചൽസ് എന്നോ താങ്ക് യു യൂണിവേഴ്സ് എന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഈ റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് തന്നെ നിർത്തണം കേട്ടോ. എല്ലാ റീഡിങ്സുകളിലും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം. നിങ്ങൾക്ക് കാര്യങ്ങൾ റെസനേറ്റ് ആയിട്ട് വരാനും നിങ്ങൾക്ക് ഹീലിംഗ് നടക്കാനും നിങ്ങൾക്ക് ബ്ലോക്കേജിൽ നിന്നും പുറത്ത് കടക്കാനും ശത്രുദോഷങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജികളുടെ പ്രസൻസിൽ നിന്നുമെല്ലാം നിങ്ങൾക്കൊരു മാറ്റം സൃഷ്ടിക്കാനും തീർച്ചയായിട്ടും ഈ ഒരു ശക്തമാകുന്ന എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രസൻസ് തീർച്ചയായിട്ടും നൽകാതിരിക്കാൻ മറക്കരുത്. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗമാക്കണം. ജീവിതത്തിൽ മാറ്റം വരുത്തണം. ശത്രുദോഷത്തിനും നെഗറ്റീവ് എനർജികളുടെ പ്രസൻസിനും ആവശ്യമില്ലാത്ത ഭയത്തെ അതിജീവിക്കാനും ബ്ലോക്കേജുകൾ, തടസ്സങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും അത് നിങ്ങൾക്ക് അർഹമാകുന്നത് പോലും നിങ്ങളിലേക്ക് വന്നു ചേരാതെ പോകുന്നതിനുമെല്ലാം പ്രതിവിധിയായിട്ടുള്ളതാണ് വരാഹിയുടെ ഞാൻ ഇട്ടിരിക്കുന്ന മന്ത്രം. 108 തവണയോ 308 തവണയോ ചൊല്ലുകയോ പറയുകയോ ചെയ്യുക. 308 തവണയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ സഡൻ ആയിരിക്കും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതെന്ന് ഓർക്കുക. നെഗറ്റീവാകുന്ന ഒരു കാര്യങ്ങൾക്കും വ്യക്തിബന്ധങ്ങളെ കണക്റ്റ് ചെയ്യാനും ഉപയോഗിക്കരുത്. ഫാമിലി എനർജിക്ക് നിങ്ങൾക്ക് വരാഹി മന്ത്രം ഉപയോഗിക്കാം. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് വളരെ നെഗറ്റീവായിട്ട് വന്നു ചേരും. മണി അഫർമേഷൻസ് സാമ്പത്തിക ഭദ്രതയ്ക്കും ഫിനാൻസിന് വന്നു ചേരാനും സാമ്പത്തികം കൊടുത്തത് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിലാണെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാനുമൊക്കെയാണ് മണി അഫർമേഷൻസ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് നിങ്ങൾ പറയണം, പറയാതിരിക്കരുത്. അതേത് സമയത്ത് നിങ്ങൾക്ക് പറയാം. വരാഹി മന്ത്രം മാത്രം നമ്മളുടെ ശുദ്ധിയും വൃത്തിയും ഒക്കെ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാത്രിയിലാണ് വരാഹി മന്ത്രം ചൊല്ലാനും പാടുള്ളൂ കേട്ടോ. ഇന്നും ഡബിൾ എനർജിയുടെ പ്രസൻസ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ എനർജിയിലും നമുക്ക് ഡബിൾ എനർജി പ്രസൻസ് ആണ് വന്നിരിക്കുന്നത്. ശക്തമായ ശത്രുദോഷത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ചിലരെ കർമ്മ പിടികൂടിയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചില ഭയത്തെ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമായിട്ട് തന്നെയാണ് ഡബിൾ എനർജിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. വ്യക്തിബന്ധങ്ങളിലും പാർട്ട്ണർഷിപ്പിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന ഫോക്കസിന് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും നിങ്ങൾ സമീപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും സാമ്പത്തികപരമായിട്ട് സമീപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഏറ്റവും കൂടുതൽ ടീം വർക്ക് എനർജിയിലാണ് കേട്ടോ. കൂട്ടം കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ ഹൈഡിങ് എനർജിയിൽ പോവേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഹൈഡിങ് എനർജിയിൽ പോകുക. അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീഗലി ആണോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ചെയ്യാൻ പോവുക. കാരണം വലിയൊരു ആപത്തിലേക്ക്, വലിയൊരു വീഴ്ചയിലേക്ക് ചെന്ന് പെടാൻ പോകുന്നൊരു സമയമാണ്. കാരണം നിങ്ങളിൽ കർമ്മയുടെ എനർജി പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. കർമ്മയാണ് അത്. ഇമോഷണൽ പരമായിട്ട് സ്നേഹം, ഏറ്റവും കൂടുതൽ സ്നേഹം അഭിനയിച്ച് നിൽക്കുന്നവരെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ചീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യത അവിടെയാണ്. പുതിയ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഗ്രോത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പോലെയും വരാൻ സാധ്യതയുണ്ട്.
തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. വളരെ ഇൻസ്പിറേഷനോട് കൂടി വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് പിന്നീട് ദുഃഖം വരാൻ പോകുന്നത്. ഡാർക്ക് എനർജി പ്രസൻസ് ഉണ്ട്. നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ വഴിപാട് കാര്യങ്ങൾ നടത്തുക. അതുപോലെ ഗീവർഗീസിൻ്റെ നടയിലും പ്രാർത്ഥിക്കുക ശക്തമായിട്ടും. ഓരോ മതസ്ഥരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ ഡെവിൾ എനർജീനെ മറികടക്കാനുള്ള, അതായത് നെഗറ്റീവ് ഊർജത്തിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ, 7 ചക്ര മെഡിറ്റേഷൻസും ശക്തമായ പ്രാർത്ഥനയും നിങ്ങൾ കൊണ്ടുപോകുക. ഇവിടെ നമുക്ക് കരിയറിനെ ബേസ് ചെയ്തും ഫിനാൻസിനെ ബേസ് ചെയ്തും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, അതായത് ടീം വർക്കായിട്ട് ഒന്നിലധികം വ്യക്തികൾ കണക്റ്റ് ചെയ്ത് വലിയൊരു പുരോഗതിയിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിക്കുന്ന കാര്യത്തെ ബേസ് ചെയ്തുമൊക്കെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഏണിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. ഗ്രോത്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പക്ഷേ മറികടക്കേണ്ടത് ഡെവിൾ എനർജിയുടെ നെഗറ്റീവ് പ്രസൻസിനെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പിന്നിൽ, നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു പ്രകാശം നൽകേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകേണ്ട വ്യക്തികൾ തന്നെയാണ് ശത്രു എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥന, ശക്തമാകുന്ന വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങളിൽ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയം തോന്നിക്കുന്നുണ്ട്. അതായത് എപ്പോഴും പിന്നിൽ നിന്നുമുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ഡിപ്രഷൻ തോന്നിക്കുന്നുണ്ട്. അതായത് ഒരു സമാധാനമില്ല. പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളെ കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഭയം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നുന്നത് എന്ത് ചെന്ന് തൊടുമ്പോഴും ഒരു വിശ്വാസക്കേട് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങൾക്ക് സംശയം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമുക്കിതിനകത്ത് വരുന്നത്. പിന്നെ ഹെൽത്ത് ഇഷ്യൂ ശരിക്കും നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് പരമായിട്ട്, അതായത് ക്ഷീണം, മടി, അതുപോലെ തന്നെ എല്ലാത്തിനോടുമുള്ള ഒരു വിരക്തി, ഒരു താല്പര്യക്കുറവിനെ എല്ലാം കാണിക്കുന്നുണ്ട്. ശരീരം നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ മനസ്സിനൊപ്പം പ്രവർത്തിക്കുന്നില്ല, വഴങ്ങുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഡെവിൾ എനർജിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കേട്ടോ. ഇമോഷണൽ ബ്ലോക്കേജ്. തീർച്ചയായിട്ടും ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, ഒരു പാഷനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ബ്ലോക്കിംഗ് കാണുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ഒരു ബ്ലോക്കേജ് നിങ്ങളിൽ കുറേ ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ. ഒന്നിലധികം പ്രോബ്ലംസുകൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും അവിടെയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബ്ലോക്കേജിന്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിലധികം എനർജികളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടാവാം, ഇമോഷണൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തതാവാം, നെഗറ്റീവ് തോട്ട്സുകൾ, അതായത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം, ഫിസിക്കൽ പരമാകുന്ന പ്രശ്നമാവാം. ഒന്നിലധികം പ്രശ്നങ്ങളിൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് പുറകെ പോയതിൻ്റെ ഫലമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അവിടെ ഒരു മിറാക്കിൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ കുറേ ആളുകൾക്ക്. തീർച്ചയായിട്ടും ഒരു ശക്തമാകുന്ന ഒരു മിറാക്കിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എവിടേക്കാണോ ബ്ലോക്കേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളുടെ മനഃശുദ്ധിയുടെ ഫലമായിട്ടും, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിട്ടും മനസ്സിൽ ജീവിതത്തിൽ നല്ലൊരു ശക്തമാകുന്ന മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കേട്ടോ. കാലം നിങ്ങളിൽ ഒരുപാട് വ്യക്തികളിലേക്ക് ഒരു റീയൂണിയൻ എനർജി കൊണ്ടുവന്ന് തരുന്നുണ്ട്. ചിലരിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ, നിങ്ങൾ ചിലപ്പോൾ ഈ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു സോൾ കണക്ഷൻ്റെ ഒരു സോൾ കണക്ഷൻസിൻ്റെ കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു പ്രസൻസ് ഒരു പേഴ്സണിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ റീയൂണിയനായിട്ട് കുറേ ആളുകളെ കണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾ കണക്ഷനുമായിട്ടൊരു മീറ്റപ്പ് എനർജി വരുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടൊരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള സമയവുമായിട്ടുണ്ട്. വളരെ സ്ട്രെസ് എനർജിയിൽ ഒരു ഒറ്റപ്പെടലിൽ നിങ്ങൾ ജീവിച്ച ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നതായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ മറ്റാരുടെയൊക്കെയോ തടസ്സങ്ങളാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഈ ഒരു വ്യക്തിയെ ബേസ് ചെയ്തുള്ള ബ്ലോക്കേജ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അമിതമായ, അതായത് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ചൊക്കെ ഒരു സെൽഫ് ലവിലേക്ക്, അതായത് ഒരു പാർട്ട്ണറെ ആവശ്യമില്ല, ഒറ്റയ്ക്കുള്ള ലൈഫാണ് നല്ലതെന്ന് ചിന്തിച്ചിരുന്ന് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഹാപ്പി ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് വരുന്നത്. അതായത് മൂൺ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നിടത്ത് നിന്നും നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതായത് എവിടേക്കാണോ നിങ്ങൾ ഉത്കണ്ഠയോടുകൂടിയും ആൻസൈറ്റി എനർജിയോടുകൂടി നിന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നത്, ആ സാഹചര്യങ്ങളിൽ നിന്നും, അതായത് ഒരു നന്മ തിന്മയുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ. പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവാണ്, നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവാണ്. ആ രീതിയിൽ നിങ്ങൾ പെട്ട് നിന്ന ചില സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിനൊരു മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈക്വാലിറ്റിയോട് കൂടിയുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ഡാർക്ക് സിറ്റുവേഷൻസ്, മോശം സമയം അവസാനിച്ച് കുറേ ആളുകളെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ ചേഞ്ചിങ്, ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻസ്. അതായത് ഒരു ട്രാവലിങ്ങിനാണെങ്കിലും, ഒരു എയർ ട്രാവലിംഗ് എനർജീനെ ബേസ് ചെയ്താണെങ്കിലും, അതുപോലെ തന്നെ എനിക്കിവിടെ പറയാൻ പറ്റുന്നത് കരിയർ പാതയെ കണക്റ്റ് ചെയ്തുണ്ടായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നും മാറ്റം വരുന്നു. അതിനെ മറികടക്കാനുള്ള ഒരു പവർ എനർജി നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, ഒരു കർമ്മ ബേസിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ഒരു പക്ഷേ നിങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ കണക്റ്റഡ് ആയ ഒരു വ്യക്തിബന്ധം, ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പിനകത്ത് ഒരു റീയൂണിയൻ എനർജി പ്രസൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നും ഒരു സോൾമേറ്റ് എനർജിയിലേക്ക് മാറാൻ പോകുന്നുണ്ട് കുറേ ആളുകളുടെ ബന്ധം കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് കാണുന്നത്, നിങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ കണക്റ്റഡ് ആവുകയും അത് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് പവർ ലോസിങ് വരികയും നിങ്ങളെ ഇരയാക്കി, അതായത് നിങ്ങളെ ചതിച്ച് ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ എനർജി വരുന്നു. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ എൻഡിങ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ചില കണക്കുകൾ തീർത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുൻകാലങ്ങളിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വന്ന നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അത് തരണം ചെയ്തു, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ആ കർമ്മ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ സമയത്ത് നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ എനർജി ആയിട്ട് ഈ ഒരു ബന്ധം വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ വളരെ ശക്തമായിട്ട് എല്ലാ രീതിയിലും ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചൊരു റീയൂണിയൻ എനർജി, അതായത് ഒരു കുറ്റമേറ്റു പറഞ്ഞുകൊണ്ടുള്ളൊരു റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം. ഇത് പോസിബിൾ ആണോ, ഇത് വിശ്വസിക്കാമോ, ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യണോ, ഇതിലെന്താണ് നാളെ വരാൻ പോകുന്ന അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാവാം. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് നിരാശയിൽ നിൽക്കുന്ന, അതായത് ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് കർമ്മ ലഭിക്കാൻ പോകുന്നു കേട്ടോ. കർമ്മ മീൻസ് നീതി ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിച്ച ചില അവസ്ഥകൾ, ചില നെഗറ്റീവ് ആകുന്ന എക്സ്പീരിയൻസുകളാവാം, ചില ബന്ധങ്ങളിൽ വന്ന ലോസ് എനർജി ആവാം, ചീറ്റിംഗ് ആകുന്ന സിറ്റുവേഷൻസ് ആവാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം, ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾക്ക് നിങ്ങളെ മാനസികപരമായിട്ട് തകർത്ത ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നീതി ലഭിക്കുന്നു. കാര്യങ്ങളെ ബാലൻസിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി പാസ്റ്റിലെ
ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് പോലെ വന്ന് ചേരുന്നുമുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനകത്തൊരു സാറ്റിസ്ഫൈഡ് അല്ല. പാസ്റ്റിൽ ചില നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് കാത്തിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് പാസ്റ്റിൽ നിങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു പക്ഷേ കരിയർ ആവാം, നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികമാകാം, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നത്തിൻ്റെ പുറത്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ബന്ധങ്ങളാവാം. അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വഴങ്ങി കിട്ടുന്ന, അതായത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നമുക്കവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, കൂടുതൽ നിങ്ങൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് എത്തിച്ചേരുന്നത് കേട്ടോ. അതായത് ഒരു സന്തോഷമായ ഒരു കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല. അതിനകത്ത് ഒന്നിലധികം പ്രോബ്ലംസുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ടച്ച് ചെയ്യാത്തതാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഒരു പക്ഷേ നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നതാണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ ശക്തമായിട്ടും പവർഫുള്ളായിട്ട് മാനേജിങ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാറ്റർന് ഇമോഷണൽ, അതായത് ഇമോഷണൽ ബാലൻസോട് കൂടിയുള്ള ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികപരമാകുന്ന മാനിഫെസ്റ്റേഷനും മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ. സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സ്റ്റക്കായി നിന്ന അവസ്ഥയിൽ നിന്നും ഇമോഷണൽ ബാലൻസിലേക്ക് ഒരുപാട് ആളുകളുടെ എനർജി മാറുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റിയ, നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയമായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജീനെ കാണിച്ച് തന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അത് എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് ചെയ്യണം, എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് പറ്റിയ സമയമാണ്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമോഷണൽ ബാലൻസ് ആണ്. ഇമോഷണലി നിങ്ങളൊന്ന് പോസിറ്റീവ് ആകുക എന്നാണ്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മുടക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, വേണ്ട ഇനി ഇതൊന്നും ചെയ്യണ്ട, ഇതൊന്നും ജീവിതത്തിലേക്ക് എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നി ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയുടെ ഫലമായിട്ട് നിങ്ങൾ ഒന്ന് വിട്ട് കളഞ്ഞ ചില കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ കണക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ചിലത് നിങ്ങൾ പാസ്റ്റിൽ വിട്ട് കളഞ്ഞ, ഡെത്താക്കി കളഞ്ഞ, അതിന് വേണ്ട, ഇനി ഒരിക്കലും എനിക്ക് അത് ലഭ്യമാവില്ല, എനിക്ക് അനുയോജ്യമായതല്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതൊരു ഹാർട്ട് ബ്രോക്കൺ തന്ന കാര്യമാണ് കേട്ടോ. നിങ്ങളെ പെയിനായിട്ട് നിങ്ങൾക്കൊരു വേദന തന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും പുതിയ ക്രിയേറ്റിവിറ്റി, പുതിയ ബാലൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട സമയമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ചില വ്യക്തികളിൽ നിൽക്കുന്നതാണ് നമുക്കിവിടെ പ്രോബ്ലംസ് ആയിട്ട് കാണാനുണ്ടായത്. ശരിക്കും മെഡിറ്റേഷൻസും പ്രാർത്ഥനയ്ക്കും പോസിറ്റീവായ തോട്ട്സിനും പ്രാധാന്യം കൊടുക്കുക. നമ്മളെ ഒരു കാര്യങ്ങളും വലയം ചെയ്യാത്ത വിധം എപ്പോഴും പ്രാർത്ഥനയാൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഏഞ്ചൽസിൻ്റെ മെസ്സേജിൽ ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു തേർഡ് സിറ്റുവേഷൻസോ അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ടൊരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തേണ്ട ഒരു സമയമാണ് എങ്കിൽ ആക്ഷൻ എടുക്കുക എന്നാണ് നമുക്കവിടെ കാണിച്ച് തന്നിരിക്കുന്നത്. കൺസിഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുനർവിചിന്തനം നടത്തണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ ഏതെങ്കിലും പാതയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരു പക്ഷേ മതപരമാകുന്നതോ അതല്ലെങ്കിൽ ഡിവൈൻ എനർജിയെ ബേസ് ചെയ്തൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ
നിങ്ങളത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പുനർവിചിന്തനം നടത്തണം. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പ്രസൻറ്റ്, നിങ്ങളുടെ ഫ്യൂച്ചർ, ഇതിനെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങാവുള്ളൂ. അതുപോലെ എന്തെങ്കിലും ലീഗൽ പരമാകുന്ന, രണ്ട് വ്യക്തികളെ ബേസ് ചെയ്ത് ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ഫാമിലി ലൈഫിലായിക്കോട്ടെ, സഹോദര ബന്ധങ്ങളിലായിക്കോട്ടെ, മറ്റേതെങ്കിലും വ്യക്തികളെ ബേസ് ചെയ്തായിക്കോട്ടെ, ലീഗലി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും ഒരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യമുണ്ട് അവിടെ എന്നാണ് കാണുന്നത്. ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന, അതായത് നിങ്ങൾക്കൊരു അൺഫുൾ ഫീലിങ്സ് എനർജി തോന്നിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും, നിങ്ങൾക്കൊരു പൂർണ്ണതയില്ലാത്ത ഏത് ബന്ധങ്ങളിൽ നിന്നാണോ, അത് ജോബ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു കരിയർ പാതയായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ ഒരു സ്വപ്നമായിക്കോട്ടെ, നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയോട് കൂടിയോ നിരാശയോട് കൂടിയോ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, അവിടെ നിന്നും പുറത്ത് കടക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. അൺലൈക്കിലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അസാധ്യമായൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാളെ വിധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അസാധ്യമാണ്. അത് നമുക്ക് സാധ്യമായൊരു കാര്യമല്ല. അത് വിട്ട് കളയണം കേട്ടോ. അതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസാണ്. അത് ഡിവൈനിലേക്ക് സമർപ്പിക്കുക. നമുക്ക് സാധിക്കാത്തതെല്ലാം ഡിവൈനിൽ സമർപ്പിക്കുക.